അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന ഈ യൂണിറ്റ് SLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ യൂണിറ്റിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ, അതായത് അന്തരീക്ഷ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, ഈ വ്യതിയാനങ്ങൾക്ക് നിദാനമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ ഘടകങ്ങൾ ഓരോന്നിലും സ്വാധീനിക്കുന്ന ഉപഘടകങ്ങൾ എന്തൊക്കെയാണ്, ദിനാന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ വളരെ സമഗ്രമായി തന്നെ വിശകലനം ചെയ്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടതുണ്ട്. പാഠഭാഗത്ത് നിരവധി ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളെയൊക്കെ തന്നെ വളരെ കാര്യമാത്ര പ്രസക്തമായി തന്നെ വിശകലന വിധേയമാക്കുക. ഓരോ മൈന്യൂട്ട് ലെവലിലുള്ള ആശയങ്ങൾ പോലും നമ്മൾ ഉപേക്ഷ വിചാരിക്കാതെ പഠനവിധേയമാക്കേണ്ടതുണ്ട്. SSLCക്ക് 12 ചാപ്റ്റർ ജോഗ്രഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ SS2 എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ നിന്നും 12 യൂണിറ്റുകൾ. ഈ 12 യൂണിറ്റുകൾക്ക് 40 സ്കോറാണുള്ളത്. ഇതിൽ 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ഒരു ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ, ഭൂവിവരങ്ങൾ അടയാളപ്പെടുത്താനുള്ള ചോദ്യമുണ്ടാകും. കഴിച്ചിട്ടുള്ള ഏതാണ്ട് 35 അല്ലെങ്കിൽ 36 സ്കോറിനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ചില ചാപ്റ്ററുകളിൽ നിന്നും കുറഞ്ഞ സ്കോറിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. ഏതായാലും അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. ഈ യൂണിറ്റിൽ അന്തരീക്ഷത്തെക്കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിൽ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അന്തരീക്ഷം, അന്തരീക്ഷത്തിൻ്റെ ഘടന, അന്തരീക്ഷത്തിൻ്റെ സംരചന, അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നമ്മളിവിടെ കാണേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും ദിനാന്തരീക്ഷ സ്ഥിതി എല്ലായ്പ്പോഴും ഒരുപോലെ ആകാത്തത്. വ്യത്യസ്ത മാസങ്ങൾ വ്യത്യസ്ത രീതികളിലുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു. കേരളത്തെ പോലെ അല്ല മറ്റ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ, അതുപോലെയല്ല ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ. ഇവിടെയൊക്കെ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളാണ് നമ്മൾ വിശകലന വിധേയമാക്കുന്നത്. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് താപം. അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണം അല്ലെങ്കിൽ ഘടകമെന്ന് പറയുന്നത് താപവിതരണമാണ്, ചൂടാണ്, സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ്. അപ്പം ചൂടിലുണ്ടാകുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ താപനിലയിൽ മാറ്റമുണ്ടാക്കാൻ സൂര്യപ്രകാശത്തിന് കഴിയുന്നുവെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അന്തരീക്ഷ പ്രതിഭാസത്തിൽ സ്വാധീനം ചെലുത്തുന്നത്? ഇത് മർദ്ദത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? മർദ്ദത്തിന് വ്യത്യാസം വന്നാൽ എന്ത് അന്തരീക്ഷ മാറ്റമാണ് ഉണ്ടാകുന്നത്? കാറ്റെങ്ങനെ ഉണ്ടാകുന്നു? കാറ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റു അന്തരീക്ഷ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചുവടെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങളിൽ അന്തരീക്ഷ മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം എന്ത്? ഈ മാറ്റത്തിനുള്ള അടിസ്ഥാന കാരണം എന്താണ്? 3 സന്ദർഭങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ, ഇന്ത്യയിൽ വേനൽക്കാലമായിരിക്കുമ്പോൾ. ബി, മധുരയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. സി, മഴയുള്ള ദിവസങ്ങൾ. 3 വ്യത്യസ്ത സന്ദർഭങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഓരോ സന്ദർഭത്തിലും അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇന്ത്യയിൽ വേനൽക്കാലമായിരിക്കുന്ന സന്ദർഭത്തിൽ സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും. സൂര്യപ്രകാശം ഉത്തരാർദ്ധഗോളത്തിൽ ലംബമായി പതിക്കുന്നു, ചൂട് കൂടുന്നു, മർദ്ദം കുറയുന്നു. അപ്പോൾ ഇവിടെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഇവിടുത്തെ ഘടകം ഊഷ്മാവാണ്. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ഉത്തരാർദ്ധഗോളത്തിൽ മർദ്ദം കുറയുന്നു, ചൂട് പിടിക്കുന്ന വായു ലംബതലത്തിൽ മുകളിലേക്ക് ഉയരുകയും അവിടെ മർദ്ദം കുറവ് അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു.
രണ്ടാമത്തെ സന്ദർഭം നോക്കാം. മധുരയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അന്തരീക്ഷത്തിലെ താപമല്ല ഇവിടെ ഫാക്ടറായി നമ്മൾ എടുക്കേണ്ടത്, ഇവിടെ ഉയരമാണ്. ഏതാണ്ട് സമുദ്ര നിരപ്പിനോട് ചേർന്ന ഒരു പ്രദേശമായി നമുക്ക് മധുരയെ കണ്ടാൽ, മധുരയിൽ നിന്നും കൊടൈക്കനാൽ എന്ന് പറയുന്ന പർവ്വത പ്രദേശത്തേക്ക് പോകുമ്പോൾ ഉയരം കൂടുന്നു. ഉയരം കൂടുമ്പോൾ ഇവിടെ എങ്ങനെയാണ് മർദ്ദത്തിൻ്റെ സ്വാധീനമുണ്ടാകുന്നത്? ഉയരം കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷ മർദ്ദം കുറയുന്നു. എന്താ അതിനുള്ള കാരണം? സാന്ദ്രത കൂടിയ വായു തന്മാത്രകളാണ്, അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ വാതക തന്മാത്രകളാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ സർഫസിനോട്, ഭൗമോപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്നത്. അപ്പം ഭാരം കൂടിയ അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ വായു തന്മാത്രകൾ ഭൂമിയുടെ താഴ്ന്ന വിതാനങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് സാന്ദ്രത കുറഞ്ഞ വായു തന്മാത്രകളായിരിക്കും. അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ സാന്ദ്രത കുറഞ്ഞ വായു തന്മാത്രകൾ, ഇത് മർദ്ദം കുറയുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന ബിയിൽ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് ഉയരമാണ്. ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു എന്ന ആശയം. മൂന്നാമത്തെ സന്ദർഭം മഴയുള്ള ദിവസങ്ങളിൽ മഴയും മർദ്ദവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വരണ്ട വായുവിന് ഈർപ്പമുള്ള വായുവിനേക്കാൾ ഭാരം കൂടുതലായിരിക്കും. അപ്പം വരണ്ട വായു കൂടുതൽ ഭാരം പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ മർദ്ദം പ്രയോഗിക്കുമ്പോൾ നീരാവി അല്ലെങ്കിൽ ആർദ്രമായ വായു അല്ലെങ്കിൽ ഈർപ്പമുള്ള വായുവിന് വരണ്ട വായുവിനോളം ഭാരം പ്രയോഗിക്കാൻ കഴിയത്തില്ല. അപ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ ഭാരം കുറയുന്നു, അന്തരീക്ഷ വായുവിൻ്റെ ഭാരം കുറയുന്നു, തന്മൂലം അന്തരീക്ഷ മർദ്ദവും കുറയുന്നു. ഇവിടെ സ്വാധീനിക്കുന്ന ഘടകം ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആർദ്രതയാണ്. കുറഞ്ഞ സ്കോറിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. ഏതായാലും അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് നമുക്ക് കടക്കാം. ഈ യൂണിറ്റിൽ അന്തരീക്ഷത്തെക്കുറിച്ച് നിങ്ങൾ 9ാം ക്ലാസ്സിൽ കുറേയധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അന്തരീക്ഷം? അന്തരീക്ഷത്തിൻ്റെ ഘടന, അന്തരീക്ഷത്തിൻ്റെ സംരചന, അന്തരീക്ഷം ചൂടുപിടിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നമ്മളിവിടെ കാണേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും ദിനാന്തരീക്ഷ സ്ഥിതി എല്ലായ്പ്പോഴും ഒരുപോലെ ആകാത്തത്? വ്യത്യസ്ത മാസങ്ങൾ വ്യത്യസ്ത രീതികളിലുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? കേരളത്തെ പോലെ അല്ല മറ്റ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ, അതുപോലെയല്ല ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ. ഇവിടെയൊക്കെ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളാണ് നമ്മൾ വിശകലന വിധേയമാക്കുന്നത്. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് താപം. അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണം അല്ലെങ്കിൽ ഘടകം എന്ന് പറയുന്നത് താപവിതരണം. പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരം കാര്യങ്ങൾ വളരെ സമഗ്രമായി തന്നെ വിശകലനം ചെയ്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കേണ്ടതുണ്ട്. പാഠഭാഗത്ത് നിരവധി ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങളെയൊക്കെ തന്നെ വളരെ കാര്യമാത്ര പ്രസക്തമായി തന്നെ വിശകലന വിധേയമാക്കുക. ഓരോ മൈന്യൂട്ട് ലെവലിലുള്ള ആശയങ്ങൾ പോലും നമ്മൾ ഉപേക്ഷ വിചാരിക്കാതെ പഠന വിധേയമാക്കേണ്ടതുണ്ട്. SSLCക്ക് 12 ചാപ്റ്റർ ജോഗ്രഫി എന്ന് പറയുന്ന അല്ലെങ്കിൽ SS2 എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ നിന്നും 12 യൂണിറ്റുകൾ. ഈ 12 യൂണിറ്റുകൾക്ക് 40 സ്കോറാണുള്ളത്. ഇതിൽ 4 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ഒരു ഇന്ത്യയുടെ മാപ്പിൽ, ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ, ഭൂവിവരങ്ങൾ അടയാളപ്പെടുത്താനുള്ള ചോദ്യമുണ്ടാകും. കഴിച്ചിട്ടുള്ള ഏതാണ്ട് 35 അല്ലെങ്കിൽ 36 സ്കോറിനുള്ള ചോദ്യങ്ങൾ. അപ്പം അങ്ങനെ കാണുമ്പോൾ ചില ചാപ്റ്ററുകളിൽ നിന്നും ചൂടാണ്, സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ്. അപ്പം ചൂടിലുണ്ടാകുന്ന അല്ലെങ്കിൽ അന്തരീക്ഷ താപനിലയിൽ മാറ്റമുണ്ടാക്കാൻ സൂര്യപ്രകാശത്തിന് കഴിയുന്നുവെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അന്തരീക്ഷ പ്രതിഭാസത്തിൽ സ്വാധീനം ചെലുത്തുന്നത്? ഇത് മർദ്ദത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? മർദ്ദത്തിന് വ്യത്യാസം വന്നാൽ എന്ത് അന്തരീക്ഷ
മാറ്റമാണ് ഉണ്ടാകുന്നത്? കാറ്റെങ്ങനെ ഉണ്ടാകുന്നു? കാറ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മറ്റു അന്തരീക്ഷ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചുവടെ നൽകിയിട്ടുള്ള സന്ദർഭങ്ങളിൽ അന്തരീക്ഷ മർദ്ദത്തിനുണ്ടാകുന്ന മാറ്റം എന്ത്? ഈ മാറ്റത്തിനുള്ള അടിസ്ഥാന കാരണം എന്താണ്? 3 സന്ദർഭങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ, ഇന്ത്യയിൽ വേനൽക്കാലമായിരിക്കുമ്പോൾ. ബി, മധുരയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. സി, മഴയുള്ള ദിവസങ്ങൾ. 3 വ്യത്യസ്ത സന്ദർഭങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഓരോ സന്ദർഭത്തിലും അന്തരീക്ഷ മർദ്ദത്തിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇന്ത്യയിൽ വേനൽക്കാലമായിരിക്കുന്ന സന്ദർഭത്തിൽ സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും. സൂര്യപ്രകാശം ഉത്തരാർദ്ധഗോളത്തിൽ ലംബമായി പതിക്കുന്നു. ചൂട് കൂടുന്നു, മർദ്ദം കുറയുന്നു. അപ്പോൾ ഇവിടെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഇവിടുത്തെ ഘടകം ഊഷ്മാവാണ്. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ഉത്തരാർദ്ധഗോളത്തിൽ മർദ്ദം കുറയുന്നു. ചൂട് പിടിക്കുന്ന വായു ലംബതലത്തിൽ മുകളിലേക്ക് ഉയരുകയും അവിടെ മർദ്ദം കുറവ് അനുഭവപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സന്ദർഭം നോക്കാം. മധുരയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അന്തരീക്ഷത്തിലെ താപമല്ല ഇവിടെ ഫാക്ടറായി നമ്മൾ എടുക്കേണ്ടത്, ഇവിടെ ഉയരമാണ്. ഏതാണ്ട് സമുദ്ര നിരപ്പിനോട് ചേർന്ന ഒരു പ്രദേശമായി നമുക്ക് മധുരയെ കണ്ടാൽ, മധുരയിൽ നിന്നും കൊടൈക്കനാൽ എന്ന് പറയുന്ന പർവ്വത പ്രദേശത്തേക്ക് പോകുമ്പോൾ ഉയരം കൂടുന്നു. ഉയരം കൂടുമ്പോൾ ഇവിടെ എങ്ങനെയാണ് മർദ്ദത്തിൻ്റെ സ്വാധീനമുണ്ടാകുന്നത്? ഉയരം കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അന്തരീക്ഷ മർദ്ദം കുറയുന്നു. എന്താ അതിനുള്ള കാരണം? അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന ഈ യൂണിറ്റ് SLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ യൂണിറ്റിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ, അതായത് അന്തരീക്ഷ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, ഈ വ്യതിയാനങ്ങൾക്ക് നിദാനമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഈ ഘടകങ്ങൾ ഓരോന്നിലും സ്വാധീനിക്കുന്ന ഉപഘടകങ്ങൾ എന്തൊക്കെയാണ്, ദിനാന്തരീക്ഷ സ്ഥിതിയിലെ